ഹായ് ഓൾ. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചാണ്. ഒന്നുകൂടി വ്യക്തമാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ജുഡീഷ്യറിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറിയാണ് ഇന്ത്യയുടേതെന്ന്. അതായത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നമ്മുടെ ജുഡീഷ്യറി മറ്റ് വ്യവസ്ഥകളുമായിട്ട്, അതായത് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണവുമായിട്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുമായിട്ടോ അടുത്ത ബന്ധം പുലർത്തുന്നില്ല. അവരിൽ നിന്ന് വിട്ടാണ് ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത്. നമ്മുടെ എം പിമാർക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ അതുപോലെയുള്ള എക്സിക്യൂട്ടീവിൽ നിൽക്കുന്ന പ്രസിഡന്റിനോ ഒന്നും തന്നെ ജുഡീഷ്യറിയുടെ തീരുമാനങ്ങളെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ലെജിസ്ലേച്ചറിൻ്റെയും നിയമനിർമ്മാണ സഭയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും സ്വാധീന പരിധിക്ക് അപ്പുറമാണ് നമ്മുടെ ജുഡീഷ്യറി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജുഡീഷ്യറിയെ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ചില ബോഡീസ് ഉണ്ട്. നമ്മുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓൾറെഡി എഴുതപ്പെട്ടിട്ടുള്ള ബോഡീസാണ്. അതിനൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ജുഡീഷ്യറിക്കുള്ള അത്ര ഇൻഡിപെൻഡൻസ് ലഭിച്ചിട്ടില്ല. നമ്മൾക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യമായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്നത്? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളപ്പോഴും നമ്മൾക്ക് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കെൽപ്പ് വരുമ്പോഴും ഒക്കെയാണ്, അല്ലേ? അപ്പം നമ്മുടെ ജുഡീഷ്യറിയെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുപോലെ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ? അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് കടക്കാം. മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നമുക്കറിയാം. NJAC ഞാൻ പറഞ്ഞു, അത് വളരെ വിവാദപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കൊളീജിയം വഴിയാണ്. അതായത് ജഡ്ജസ്, സുപ്രീം കോർട്ടിലെ ജഡ്ജസ് തന്നെയാണ് ആരെയൊക്കെ ജഡ്ജസായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രസിഡൻറ്റിന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും ഇവിടുത്തെ MPമാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ല സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പോൾ മന്ത്രിമാരോ MPമാരോ ഒക്കെയാണ് ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നാളെ പാർട്ടിയിൽ അവർ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ജഡ്ജായിട്ട് കുറേ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഇലക്ഷൻ ഒരു സീറ്റോ അല്ലെങ്കിൽ ജഡ്ജ് ആകുമ്പോൾ തന്നെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസോ ഒക്കെ ആകാനുള്ള ഒരു പ്രൊമോഷനും സാധ്യതകളും ഒക്കെ ഇവരുടെ മുന്നിലുണ്ട്. ഇവരുടെ റിട്ടയർമെൻറ്റിന് ശേഷമാണെങ്കിലും വലിയ വലിയ ബോഡികളുടെ ഹെഡായിട്ടൊക്കെ ഇവരെ നിയമിക്കാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രലോഭനങ്ങൾ ഏതെങ്കിലും MPമാരുടെയോ മിനിസ്റ്റേഴ്സിൻ്റെയോ ഒരു പരിധിയിൽ നിന്നാണ് ഇവർ അപ്പോയിൻറ്റഡ് ആകുന്നെങ്കിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ? ഇവർ തമ്മിൽ ഭയങ്കര സൗഹൃദമായിരിക്കും. അപ്പോൾ ആ ഒരു സൗഹൃദത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് ജുഡീഷ്യറിയിലുള്ളവർ തന്നെ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അതിൽ MPമാരോ MLAമാരോ ആരും തന്നെ, അല്ലെങ്കിൽ മന്ത്രിമാരോ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ആരും തന്നെ പങ്കാളികളല്ല. ആകെ പ്രസിഡൻറ്റ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ള ദൗത്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിലെ തെരഞ്ഞെടുപ്പ് ഫുൾ എക്സ്ക്ലൂസീവ്ലി കൊളീജിയത്തിന് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജസിനാണ് എന്നുള്ളത് ഓർക്കാം. കൊളീജിയം സിസ്റ്റത്തിന് വലിയ വലിയ ചാലഞ്ചസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് വേറെ വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് പറയാം. എനിവേ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഉറപ്പുവരുത്തുന്നതിന് ഈ ഒരു മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് സഹായിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി അടുത്തത് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. അങ്ങനെ വെറുതെ ഒന്നും ഒരു ഹൈക്കോടതി ജഡ്ജിനെയോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിനെയോ നമ്മുടെ പാർലമെൻറ്റിനോ നിയമസഭയ്ക്കോ ഒന്നും തന്നെ പുറത്താക്കാൻ പറ്റത്തില്ല. നിയമസഭയ്ക്ക് ജഡ്ജസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാനില്ല എന്നും കൂടെ ഓർക്കുക. എനിവേ, അപ്പം നമ്മൾ പാർലമെൻറ്റിൽ ആർക്കും തന്നെ വലിയ റെസൊല്യൂഷൻ പാസ്സാക്കി വലിയ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സ് വഴി മാത്രമേ ജഡ്ജസിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ ടെന്യൂർ സെക്യൂർഡ് ആണ് എന്ന് നമുക്ക് പറയാം. 5-6 കൊല്ലം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ലൈക്ക് ഒരു ലോക്സഭയുടെ കാലാവധി 5 കൊല്ലം, ഗവർണറുടെ കാലാവധി 5 കൊല്ലം, അതുപോലെ ഒരു ടെന്യൂർ നമ്മുടെ കോർട്ടിലെ ജഡ്ജസിന് കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഒരാൾ വൺസ് ജഡ്ജായിട്ട് അപ്പോയിൻറ്റഡ് ആയാൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്തു നിന്നും ഇറക്കി വിടുന്നത് വളരെ പാട് പിടിച്ച പണിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഒരു സെക്യൂരിറ്റി ഉണ്ട്, ചുമ്മാ അതൊന്നും ആ വ്യക്തിയെ വെളിയിൽ ആർക്കും അയക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും അവർക്ക് ആരെയും പേടിക്കാതെ തീരുമാനങ്ങളും നീതി നിർവഹണത്തിനും ഒക്കെയുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു. ഓക്കെ, അത് മനസ്സിലാക്കാം. അടുത്തത് ഫിക്സഡ് സർവീസ് കണ്ടീഷൻ. അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ, സർവീസ് കണ്ടീഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനലി അല്ലാതെയും ഒക്കെ തന്നെ സർവീസ് കണ്ടീഷൻസ് ഒന്നും ഒരിക്കലും MPമാരെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ ഒന്നും ആശ്രയിച്ചല്ല. അത് കൊളീജിയത്തിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ കോർട്ടിൽ തന്നെയുള്ള ബുക്സും റെഗുലേഷൻസും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ വഴിയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഫിക്സഡ് സർവീസ് കണ്ടീഷൻസും ഇവിടെ
ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. എക്സ്പെൻസസ് ചാർജ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട്, അടുത്ത പോയിന്റ് ഇതാണ്. അതായത് ഇവർക്ക് ലഭിക്കുന്ന ശമ്പളം പാർലമെന്റ് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ അവർക്ക് അവകാശപ്പെട്ട ശമ്പളമാണ് അവർക്ക് ലഭിക്കുന്നത്. അതായത് നമ്മൾ ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന പണം മുഴുവനും ശേഖരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ്. അപ്പം അവിടുത്തെ പണം തന്നെയാണ് ആർക്കും നൽകുന്നത്, സുപ്രീം കോടതി ജഡ്ജസിനും ശമ്പളമായിട്ട് നൽകുന്നത്. ഒരിക്കലും ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടല്ല. ഇപ്പോൾ ഒന്ന് ആലോചിക്കാം, ഇപ്പോൾ BJP ഗവൺമെന്റ് ഭരിക്കുമ്പോൾ BJP ഗവൺമെന്റ് കുറച്ച് കോർട്ടിലെ ജഡ്ജസിന് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് മാറ്റി വെക്കുന്നു ഒരു സ്കീമിൽ. അങ്ങനെയാണെങ്കിലോ ഈ ഒരു ഗവൺമെൻറ് BJP മാറി ഇപ്പം നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ് കയറി നോക്കാം. കോൺഗ്രസ് ഗവൺമെൻറ് എക്സ്ട്രാ പണമാണ് ഇതേപോലെ ഒരു ഫണ്ടിന് വേണ്ടി മാറ്റി വെക്കുന്നതെങ്കിൽ കോൺഗ്രസ്സിന് കൂടുതലും അനുകൂലമായിട്ടുള്ള വിധി ഗവൺമെൻറ് കോർട്ടിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വരാൻ ചാൻസ് കൂടുതലല്ലേ. അപ്പം ഗവൺമെൻറ് മാറുന്നതിനനുസരിച്ച് ഫണ്ട് വരുന്നതും അനുസരിച്ച് എന്ത് ചെയ്യും, കോർട്ടിലെ ജഡ്ജസിൻ്റെ വിധികളെയൊക്കെ അത് നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും കൃത്യമായിട്ട് ആണ് ഈ ഒരു ഫണ്ട് വരുന്നത്. അതിൽ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാനില്ല. ആ ഒരു ഘടകം കൂടെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയെ ഉറപ്പുവരുത്തുന്നതിന് കാരണമാകുന്നു. അടുത്തത് കണ്ടക്ട് ഓഫ് ജഡ്ജസ് കനോട്ട് ബി ഡിസ്കസ്ഡ്. ഒരു ജഡ്ജ് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ പാർലമെൻറ്റിലെ ചർച്ചാ വിഷയമാകില്ല. അതുപോലെ തന്നെ ജഡ്ജസിന് തിരിച്ചും ഒരു MP എന്തെങ്കിലും ചെയ്താൽ അതൊരിക്കലും ജഡ്ജസിന് അത് മോശമാണെന്നോ തെറ്റാണെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, പ്രിവിലേജസ് ഉണ്ട്, കുറേ പാർലമെൻ്ററി പ്രിവിലേജസ് ഉണ്ട്. MP-മാർ പറയുന്നതിനെ ജഡ്ജസും ജഡ്ജസിനെ പറയുന്നതിനെ MP-മാർക്കും ചർച്ച ചെയ്യാൻ പറ്റില്ല. അതും എന്തിന് കാരണമാകുന്നു, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് കാരണമാകുന്നു. ഇതൊക്കെ ക്ലാസിക് കേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ക്ലാസ് നിങ്ങൾ കേൾക്കണം. ഓക്കെ, പിന്നുള്ളത് ബാൻ ഓഫ് പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക, ഒരു ജഡ്ജി ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടൊരു തീരുമാനം പറയുകയാണെങ്കിൽ ആ വ്യക്തി റിട്ടയർ ആയി കഴിഞ്ഞും ഗവൺമെൻറ് ഏതെങ്കിലും നല്ല തലപ്പത്തോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റൊക്കെ ആക്കി വെക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഘടകമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയാണെങ്കിൽ നല്ല രീതിയിൽ ഒട്ടും ബയസ്ഡ് അല്ലാത്ത വിധി പുറപ്പെടുവിക്കാനുള്ള ചാൻസസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ബാൻ ഓഫ് പ്രാക്ടീസ് ആണ്, പ്രാക്ടീസ് ചെയ്യാനേ പറ്റത്തില്ല ഈ ഒരു റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക്. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള അവരുടെ പേർക്സ് ഒരിക്കലും ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ ഫേവർ ചെയ്യാൻ നമ്മുടെ ജഡ്ജസിന് സാഹചര്യം ഉണ്ടാവുന്നില്ല. അടുത്തത് പവർ ടു പണിഷ് ഫോർ ഇറ്റ്സ് കണ്ടംപ്റ്റ്. അതായത് കോടതി ലക്ഷ്യം കാണിക്കുന്നവരെ പണിഷ് ചെയ്യാനുള്ള പവർ ജുഡീഷ്യറിക്ക് തന്നെയുണ്ട്. ഫ്രീഡം ടു അപ്പോയിൻമെൻറ്റ് ഇറ്റ്സ് സ്റ്റാഫ്. ഇപ്പം ഇതിലെ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള ഫ്രീഡം ആർക്ക് തന്നെയാണ്, ജുഡീഷ്യറിക്ക് തന്നെയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പം ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് നൽകിയിട്ട് ഇത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് കാരണമാകുന്നു, ശരിയോ തെറ്റോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, ശരിയാണ്, ഇത് ഇൻഡിപെൻഡൻസിന് കാരണമാകുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ജുഡീഷ്യറിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്തൊക്കെയാണ് ഒന്നുകൂടി പറയാം. മോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ്, സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ, ഫിക്സഡ് സർവീസ് കണ്ടീഷൻ, എക്സ്പെൻസ് ചാർജ് ഓൺ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടക്ട് ഓഫ് ജഡ്ജസ് കനോട്ട് ബി ഡിസ്കസ്ഡ്, ബാൻ ഓൺ പ്രാക്ടീസ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, പവർ ടു പണിഷ് ഫോർ ഇറ്റ്സ് കണ്ടംപ്റ്റ്, ഫ്രീഡം ഫോർ അപ്പോയിൻറ്റിംഗ് ഇറ്റ്സ് സ്റ്റാഫ്. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഇനി വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്